സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വിവിധ വകുപ്പുകളിൽ നിന്ന് പിൻവലിച്ച തുക തിരികെ നൽകാതെ ധനവകുപ്പ്. പണം തിരികെ ആവശ്യപ്പെട്ട വകുപ്പുകൾ കത്ത് നൽകിയെങ്കിലും ധനവകുപ്പ് അനങ്ങിയിട്ടില്ല. ഇതോടെ ആരോഗ്യമേഖലയുടെ കടുത്ത പ്രതിസന്ധിയാണ്. വിവരങ്ങളുമായി MK വിനോദ് ചേരുകയാണ്. വിനോദ്, ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ആതിര, സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സർക്കാരിന് ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട ശമ്പളം, അതേപോലെ തന്നെ പെൻഷൻ, ഇത് വലിയ ബാധ്യതയായി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാന വിഹിതത്തിൻ്റെ 80-85% ഏകദേശം 90% തുകയും ശമ്പളം, പെൻഷൻ എന്നീ മേഖലകളിലേക്ക് മാറ്റപ്പെടേണ്ട അവസ്ഥയാണ്. പക്ഷേ സർക്കാരിന് ഇതിന് പോലും പണമില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ അടിയന്തരമായി അനുവദിച്ച സാമ്പത്തിക സഹായം അല്ലെങ്കിൽ മുൻകൂർ ധനം ഉപയോഗിച്ചാണ് ഇതൊക്കെ നടത്തിക്കൊണ്ട് വന്നത്. പക്ഷേ തുടർ മാസങ്ങളിലെല്ലാം സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ്. ധനകാര്യ വകുപ്പ് മറ്റു പല വകുപ്പുകളിൽ നിന്നും കടമെടുത്ത പണം കൊണ്ടാണ് ഇത്തരത്തിൽ ശമ്പളവുമൊക്കെ കൊടുത്തിരുന്നത്. പ്രത്യേകിച്ചും ആരോഗ്യ മേഖലയിൽ നിന്നൊക്കെ ലക്ഷക്കണക്കിന് രൂപ കടമെടുത്തിരുന്നു. അത് തിരികെ കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവശ്യ മരുന്നുകൾ അടക്കമുള്ള ഈ ഇനങ്ങളിലേക്ക് മരുന്നുകൾ വാങ്ങാൻ പോലും ആരോഗ്യ വകുപ്പിന് പണമില്ല. ആരോഗ്യ വകുപ്പിൽ നിന്ന് മാത്രമല്ല, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും ധനകാര്യ വകുപ്പ് പണം കടമെടുത്തിട്ടുണ്ട്. അതും കൃത്യമായി മടക്കി നൽകുന്നില്ല. അതുകൊണ്ട് കൃത്യമായി മഴക്കാല പൂർവ്വ ശുചീകരണം ഒന്നും തന്നെ നടന്നിട്ടില്ല. അതുകൊണ്ട് തദ്ദേശ വകുപ്പിൻ്റെ കയ്യിൽ പണമില്ല. അത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. നമുക്കറിയാം, KSRTCയിൽ ഇപ്പോൾ തന്നെ ശമ്പളം വൈകുന്നു, മുടങ്ങുന്നു. അതേപോലെ തന്നെ പെൻഷൻകാർക്ക് കൃത്യമായി ഇത് ലഭിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. സമാനമായ നിലയിൽ KSRTCയെ പോലെ തന്നെ മറ്റ് വകുപ്പുകളിലും ഇത്തരത്തിലുള്ള അവസ്ഥ വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരത്തിൽ അത് മാത്രമല്ല, ക്ഷേമ പെൻഷനുകൾ കൊടുത്തിട്ട് 5 മാസം കഴിഞ്ഞിരിക്കുന്നു. 6 മാസമായിട്ടും ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് സർക്കാർ നേരിടുന്നത്. അതിൻ്റെ ഭാഗമായി വിവിധ വകുപ്പുകൾക്ക് പണം തിരികെ നൽകാൻ ധനകാര്യ വകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ കേരളത്തിൻ്റെ ധനസ്ഥിതിയെപ്പറ്റി പറയാൻ കഴിയുന്നത്. ആതിര, വിനോദ്, ഈ ധനസ്ഥിതിയെക്കുറിച്ച് പറയുമ്പോഴും സർക്കാരിൻ്റെ ധൂർത്തിനെ കുറിച്ച് എടുത്തു പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആതിര സൂചിപ്പിച്ചത്. സർക്കാരിൻ്റെ ധൂർത്ത് എന്ന് പറയുന്നത് ഏതെല്ലാം നിലകളിലാണ് പണം ധൂർത്തടിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീരാത്ത പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കറിയാം, മുഖ്യമന്ത്രിയും കുടുംബവും അവർ കുടുംബസമേതം വിദേശത്ത് ഉല്ലാസയാത്ര കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതൊക്കെ മുഖ്യമന്ത്രിയുടെ സ്വന്തം പണമാണ്, മറ്റേ ഒരു പണവും എടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ അതിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ അറിയാം ആരാണ് ഇതിന് പണം മുടക്കിയത് അടക്കമുള്ള കാര്യങ്ങൾ. തിരുവനന്തപുരം നഗരം ഒറ്റ മഴ പെയ്താൽ ഇവിടെ നഗരത്തിൽ വെള്ളക്കെട്ടാണ്. ഈ മേയർ അടക്കമുള്ള ആളുകൾ അവർ കുടുംബസമേതം മൂന്നാറിലും മറ്റും ട്രിപ്പ് അടിക്കാൻ പോയിരിക്കുകയായിരുന്നു ഇവിടെ ഈ നഗരം വെള്ളത്തിൽ മുങ്ങുമ്പോൾ. അങ്ങനെ എല്ലാ മേഖലയിലും അതാത് രംഗത്ത് ഭരണ മേധാവികളായി ഇരിക്കുന്ന ആളുകൾ എല്ലാം ഉല്ലാസയാത്ര പോകുമ്പോൾ ഇവിടെ ആളുകൾ വെള്ളക്കെട്ടിലും അതേപോലെ തന്നെ തൊട്ട് 2 ആഴ്ച മുമ്പുള്ള കടുത്ത ചൂടിലും ഒക്കെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. ഇത്തരത്തിലുള്ള ധൂർത്ത് പല മേഖലയും നടക്കുന്നു. നമുക്കറിയാം, ഈ നവകേരള സദസ്സിൻ്റെ പേരിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചത്. ഇനിയും വരാൻ പോകുന്ന കേരള സഭ, ലോക കേരള സഭ 3 ദിവസത്തെ പരിപാടിയാണ് പ്രവാസികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നു. ഇതെന്തിനു വേണ്ടി നടത്തുന്നു എന്ന് ഇതിൻ്റെ സംഘാടകർക്ക് പോലും അറിയില്ല. അതിനും ലക്ഷക്കണക്കിന് രൂപ എഴുതി വച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ സർക്കാർ അവർക്ക് ആവശ്യമുള്ള മേഖലകളിലെല്ലാം ലക്ഷക്കണക്കിന് ധൂർത്ത് അവർ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. ഇങ്ങനെ പ്രതിസന്ധി നേരിടുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് MLA-മാരുടെ അടക്കം ഉള്ള ശമ്പളം കൂടി വർദ്ധിപ്പിക്കാനുള്ള നീക്കവും ഇതിനിടെ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ അവർക്ക് ഭരണാധികാരികൾക്ക് അവർക്ക് ആവശ്യമായ പണമെല്ലാം എഴുതിയെടുക്കാനും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കുമെല്ലാം നമ്മുടെ സാധാരണക്കാരുടെ പണം ഉപയോഗിച്ചാണ് അവർ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, വൈദ്യുതി വകുപ്പ് ഇത്തരത്തിൽ അവർ അതിൻ്റെ തുക കൂട്ടി. ഈ വെള്ളക്കരം അടുത്ത കാലത്താണ് കൂട്ടിയത്. ഇത്തരത്തിലുള്ള സാധാരണ ആളുകൾക്ക് അവരുടെ മേൽ ജീവിതഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് സർക്കാർ ഇതിനൊക്കെ പ്രതിവിധി കാണുന്നത്. എന്തായാലും കേരള സർക്കാർ ഈ ഒരു നിലയിൽ മുന്നോട്ട് പോകുക വളരെ പ്രയാസമാണ്. കാരണം ശമ്പളവും പെൻഷനും കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആതിര, ശരി, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ വിവിധ വകുപ്പുകളിൽ നിന്ന് പിൻവലിച്ച തുക തിരികെ നൽകാതെ ധനവകുപ്പ്. പണം തിരികെ ആവശ്യപ്പെട്ട വകുപ്പുകൾ കത്ത് നൽകിയെങ്കിലും ധനവകുപ്പ് അനങ്ങിയിട്ടില്ല. ഇതോടെ ആരോഗ്യമേഖലയുടെ കടുത്ത പ്രതിസന്ധിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി നൽകുകയായിരുന്നു MK വിനോദ്.